സാറേ, ഞാൻ എപ്പോഴും സാറിന്റെ ഈ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇന്നലെയും 2 ആഴ്ച മുമ്പായിട്ട് 2 പേര് ആത്മഹത്യ ചെയ്തല്ലോ, ക്നാനായ കത്തോലിക്ക സഭയിലെ ഈ സ്മോള്. അപ്പം ഞാനും ഈ ക്നാനായ കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ ഇവര് ഇപ്പൊ ഇതെല്ലാം ഈ ക്നാനായക്കാർ വംശവെറിയുടെ അങ്ങേ അറ്റത്തോട്ട് എത്തിയിരിക്കുക കേട്ടോ. ഞാൻ ഈ കോട്ടയത്തിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് പണ്ടൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്കൂട്ടർ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഈഴവ പയ്യൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ സ്കൂട്ടർ, നല്ലൊരു പയ്യനായിരുന്നു അവൻ എൻ്റെ സ്കൂട്ടർ എടുത്തോണ്ട് പോകും. അപ്പൊ ഞാൻ ഒരു ദിവസം ഇവനെ ഞാൻ ചങ്ങനാശ്ശേരി വെച്ച് എൻ്റെ സ്കൂട്ടർ പോകുന്നത് കണ്ടുകൊണ്ട് ഇവനും ഉണ്ട് അതിന്റെ പുറകിൽ ഒരു പെൺകൊച്ചും ഉണ്ട്. നോക്കിയപ്പം ആ പെൺകൊച്ചൊരു ക്നാനായക്കാരിയാണ്, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള. ഈ പയ്യനൊരു ഈഴവ പയ്യനുമാണ്. അപ്പൊ അന്ന് വൈകുന്നേരം ഇവൻ സ്കൂട്ടർ കൊണ്ടുവെക്കാൻ വേണ്ടി ഇവനോട് ഞാൻ ചോദിച്ചു, എടാ നീയും അവളുമായിട്ട് തന്നെയാണെന്നാണ്. അവൻ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ ഇരുന്നേച്ച് അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ അവളൊരു ക്നാനായ പെണ്ണ, നീ ഒരു ഈഴവ പയ്യനാണ്, നിനക്ക് അവളെ കിട്ടാൻ പോകുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു വിചാരം നിനക്കുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ ഞങ്ങൾ ഒന്നിച്ച് തന്നെ ജീവിക്കത്തുള്ളൂ, അല്ലെ ഞങ്ങളും ആത്മഹത്യ ചെയ്യും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ കുറെ മുമ്പോട്ട് പോയി. എങ്ങനെയോ ഇവരുടെ വീട്ടിലറിഞ്ഞു ഈ വിവരം. പെട്ടെന്ന് തന്നെ ഈ പെങ്കൊച്ചിനെ ഈ കോട്ടയം ജില്ലയുടെ അത് ആ ഒരു പ്രദേശത്ത് വലിയൊരു പണക്കാരന്റെ ഒരല്പം ബുദ്ധിമാന്തി ഉള്ള ഒരു പയ്യനെ കൊണ്ട് ഈ പെണ്ണിനെ നിർബന്ധമായിട്ട് കെട്ടിച്ചു വിട്ടിട്ട് വീണ്ടും ഇവര് ബന്ധം തുടർന്നു. ഈ ബന്ധം ഇവർ വീണ്ടും തുടർന്നു. ക്നാനായ പെണ്ണാന്ന് കൂട്ടണം, ക്നാനായക്കാരെ കൊണ്ടാണ് കെട്ടിച്ചത്. ഇവരുടെ ഈ വംശവെറിയുടെ ആ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകൊച്ചി ഗർഭിണിയായി. ഇവിടെ വന്ന് നിന്നു. ഇവിടുന്ന് പ്രസവം കഴിഞ്ഞ് തിരിച്ചുപോയി. അതൊരു ആങ്കൊച്ച. രണ്ടാമത്തേത് ഒരു പെങ്കൊച്ച. ഞാൻ പറയാൻ കാരണം വെച്ചാല് ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ആങ്കൊച്ചിനെ, മൂത്ത കൊച്ചിനെ, ഈ ഇവിടെയുള്ള ഈ ഈഴവ പയ്യന്റെ അതേ ഷെയ്പ്പ് എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ ആ പ്രായം തൊട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ മൂത്ത കൊച്ചെന്ന് പറയുന്നത് 100-ന് 101% അവന്റെ കൊച്ച. നേരെ മറിച്ച് ഇളയ പെങ്കൊച്ച് കല്യാണം കഴിച്ച് ആ ചെറുക്കന്റെ കൊച്ചാന്നുള്ളത് അതും കണ്ടറിയാം. ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ വിവരം അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ കഥകൾ. അവൻ ക്നാനായക്കാരനായിട്ട് ആണ് ജീവിക്കുന്നത്. ഇവരുടെ രക്തശുദ്ധി എവിടെ ഇരിക്കുന്ന സാർ ഈ പറയുന്നത്? ഇവര് പറയുന്നത് ഈ 100 കാലം മുമ്പ് മുതലേ ഇവരുടെ സമുദായത്തിൽ നിന്ന് ഇതേ ആ വന്ന കുടുംബക്കാർ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിരിക്കുന്നതെന്നല്ലേ ഇവർ പറഞ്ഞു പരത്തുന്നത്. ഇപ്പം താങ്കൾ പറയുന്നതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടായിക്കോട്ടെ ഇല്ലായിക്കോട്ടെ, ഇപ്പം ഇൻ കേസ് യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ട് കെട്ടിക്കുന്നത് വംശശുദ്ധിയുടെ പേരില് ജ്ഞാനായത്തിൽ തന്നെയല്ലേ അവര് ഉറച്ചു വിശ്വസിക്കുന്നത്? ഇത് ജ്ഞാനായ രക്തമാണെന്നല്ലേ? അങ്ങനെ അവർ വിശ്വസിക്കുന്ന വളരെ അപൂർവം ആൾക്കാർക്ക് ഇത് പിടികിട്ടി. ഞാൻ 1-2 പേരോട് പറയുക തന്നെ ചെയ്തു. ഞാൻ പറഞ്ഞപ്പോഴാണ് അവർ ഈ കാര്യം ശ്രദ്ധിക്കുന്നതും. അവരന്നേരം തൊട്ട് എന്തൊരു അതിശയമില്ല, ഇതൊരു 10 തലമുറയ്ക്ക് മുമ്പ് ഒന്ന് സംഭവിച്ചെന്ന് വിചാരിച്ചു. ഇവരിൽ എത്ര പേര് രക്തശുദ്ധി ഉള്ളവരാ? ഒരു 10 തലമുറയ്ക്ക് മുമ്പ് പിന്നെ എങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ സാമൂഹിക ഘടന? നമ്മുടെ കേരള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് എത്ര വർഷം ഉണ്ടായി കാണും. അതെ. അല്ല, അതിനു മുമ്പ് ഒരു 150-200 വർഷത്തിന് മുമ്പ് എന്തുവായിരുന്നു അവസ്ഥ? അതെ. അല്ല, കന്യകകളായിട്ടുള്ള സ്ത്രീകളെ ഒരിക്കൽ പോലും മണയറയിലോട്ട് വിടുന്ന സാഹചര്യം കേരളത്തിലില്ലായിരുന്നു ഒരു സമുദായത്തില്. അവരെ പിന്നെ മാനഭംഗപ്പെടുത്തി മാത്രമേ വിടുള്ളൂ. അതിന് ആ പണി ചെയ്തുകൊണ്ടിരുന്നവന്മാരാ പറയുന്നത്. ആ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവരാണ് ചരിത്രം എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഞാൻ പുറത്തുനിന്നാണ് കിട്ടിയത്, സമുദായത്തിൽ നിന്നല്ല. ഏത് സമുദായത്തിൽ നിന്നാണ് താങ്കൾ കെട്ടിയത്? ഞാൻ RC തന്നെയാണ് കെട്ടിയത്. അതുകൊണ്ട് RC കെട്ടിക്കൊണ്ട് താങ്കളെ ഒരു സ്ത്രീ അല്ലാതിരിക്കുവോ അല്ലെങ്കിൽ താങ്കളെ കടിക്കുവോ മാന്തുവോ ഉപദ്രവിക്കുവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ ജ്ഞാനായത്തിൽ കെട്ടാത്തത് കൊണ്ട്? ഞങ്ങൾ എത്ര സന്തോഷത്തിലാണ് കഴിഞ്ഞു പോകുന്നത് അറിയോ? എത്ര സന്തോഷത്തിലാണ് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ കഴിഞ്ഞു പോകുന്നതോ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ ഇത് ഒഴിവാക്കിയാല് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ജ്ഞാനായത്തിലുള്ളവർക്ക് പ്രത്യേക നീളവും വീതിയും പ്രത്യേക ആകൃതിയും ഒക്കെയാണോ മനുഷ്യർക്ക്? ഒന്നുമില്ല സഹോദരൻ. എക്സ്ട്രാ വല്ല ഫിറ്റിംഗ്സ് വല്ലതും ഉണ്ടോ? ഒരു ഫിറ്റിംഗ്സും ഇല്ലെന്ന് മാത്രമല്ല, ഈ കരികാല ചേരലാതന്റെ കാലത്ത് ശ്രീലങ്കയിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന പെണ്ണുങ്ങളെ ഇവരുടെ ലൈംഗിക ആവശ്യത്തിന് കൊണ്ടുവന്ന് കൊടുത്തതിന്റെ ചരിത്രമുണ്ട്. ഈ കേരള ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റും. ഇതൊന്നും കൂടാതെ ഞാൻ വേറൊരു തീരുമാനം എടുത്തു. ഞങ്ങളുടെ ബന്ധുക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് ഉണ്ട് കേട്ടോ, ഒരു വേറൊരുത്തി ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ക്നാനായക്കാരുടെ കല്യാണത്തിന് പോയി കൂടത്തില്ലെന്നുള്ള ഒരു തീരുമാനവും കൂടെ ഞാൻ എടുത്തിരിക്കാം. എന്താണെന്നറിയാം?
പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിന്റെ ആ സദ്യക്ക് തൊട്ട് മുമ്പ് ഓരോ ചെറിയ ചെറിയ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അതൊരു 10-15 മിനിറ്റ് ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയിട്ട് 7 മണിക്കായിരുന്നു കല്യാണം. ഇവർ 7 മണിയായപ്പോൾ കല്യാണം, രാത്രി 7 മണിക്ക് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 1.5-2 മണിക്കൂറോളം ഇവരുടെ ചടങ്ങാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് വെച്ച് നീട്ടി. എന്താ കാര്യം? ഞങ്ങൾ ജ്ഞാനായക്കാരാണ്, ഞങ്ങൾ പ്രത്യേക സമുദായക്കാരാണെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗവും പാട്ടും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഗസ്റ്റുകൾ ഇങ്ങനെ വന്ന് നിൽക്കുക. ഒരു 15-20% ആൾക്കാർ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാതെ. ഏതാണ്ട് 9 മണിയോട് അടുത്താ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയത്. മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും മുഖത്ത് ഞാൻ ചോദിക്കുന്നത്, നാനാജാതി മതസ്ഥരെ വിളിച്ചു വരുത്തിയേച്ച് ഞങ്ങൾ ജ്ഞാനായക്കാരാണ്, ഞങ്ങൾ വലിയ പുള്ളികളാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പ്രസംഗം പറയേണ്ടതാണോ, വരുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ വീട്ടിൽ വിടുന്നതാണോ ആവശ്യം? ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, വംശശുദ്ധിയുള്ളവരുടെ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അത്രയും സഹനതയൊക്കെ വേണം. വേണം. ഞാൻ പറഞ്ഞില്ലേ, പല സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ക്രിസ്ത്യാനികളിൽ തന്നെ ഈ RCയിൽപ്പെട്ടവരും എല്ലാം വന്നിരിക്കുക. അന്നേരം ഞങ്ങൾ ജ്ഞാനായക്കാരാണ്, ഞങ്ങൾ സുറിയാനിക്കാരാണ്, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് പിന്നെ എന്തെല്ലോ ചടങ്ങുകളാണ്. ഇപ്പം പണ്ടൊക്കെ ഈ 10-15 മിനിറ്റ് ആയിരുന്നു. ഇതിപ്പം ഈ ഈവന്റ് മാനേജ്മെന്റുകാരാണല്ലോ ഇപ്പം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഈ പുറത്തുനിന്നെല്ലാം പൈസ വരാൻ തുടങ്ങിയ പിന്നെ ഞാൻ പറയായിരുന്നു എൻ്റെ ഒരു പിന്നെ ഈ കാര്യം ഒന്ന് സാർ ഇത് എയർ ചെയ്തു, ഒരു കുഴപ്പമില്ല സാറേ. ഇത് വേറൊരു കാര്യം കേട്ടെ, ഇത് ഈ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് 3000 വർഷത്തിന്റെ പുറകിലായിരുന്നു. പിന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു ഇസ്രായേൽ ഭാഗത്തുള്ള ആൾക്കാരുടെ DNA ഉള്ളത് 3000 വർഷത്തിന്റെയും പുറകിലാണ്. അത് തന്നെയല്ല, ഇവർ വന്നത് എവിടുന്നാ? സസാനിഡ് സാമ്രാജ്യത്തിൽ നിന്നാണ് ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നാണ് ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. സെലൂക്കിയ സ്പെസിഫോണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവരും ഈ റോമ സാമ്രാജ്യത്തിലുള്ള ആൾക്കാരുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അത് തന്നെയല്ല, ഇവർ നെസ്തൂറിയന്മാരാണ് യഥാർത്ഥത്തിൽ. ഇവരവിടുന്ന് മതപീഠ കൊണ്ടാ പോകുന്നെന്ന് പറഞ്ഞല്ലോ. ഇവർ ശരിക്കും പറഞ്ഞ ആറിയൂസ് ഒന്നാമത്തെ സൂനഹദോസ്, പിന്നെ നിക്കിയ സൂനഹദോസില് യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്ന് പറഞ്ഞതിന്റെ പേരില് പിന്നെ പുറത്താക്കപ്പെട്ട ഒരു മെത്രാനുണ്ട്, ആറിയൂസ്. അയാളുടെ ആൾക്കാരാണ് ഇവര്. യേശുക്രിസ്തു ദൈവം അല്ലെന്ന് വിശ്വസിക്കുന്നവന്മാരായിരുന്നു. ഞാൻ ഇവരുടെ ചരിത്രം അത്രയും പുറകിൽ പോയി ചരിത്രം ഞാൻ പഠിച്ചിട്ടായി പറയുന്നത്. ഇവർക്ക് മതപീഠ വന്നെങ്കിൽ അതിന്റെ അർത്ഥം യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്നവന്മാർ ഇവരെ തല്ലി ഓടിച്ചത് അവിടുന്ന്. എന്നിട്ട് ഇപ്പൊ ഇവരിവിടെ വന്ന് വലിയ ഇത് പറയുന്നു. എന്തായാലും ഞാൻ പറയാമായിരുന്നു, ഈഴവ പയ്യൻ ജ്ഞാനായക്കാരനായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു അച്ഛന്റെ കത്തിയാരായിരുന്നു ഈ ജ്ഞാനായക്കാരനായിരുന്നപ്പോഴേ. ഇത് പറയാൻ പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ ഇത്രയും കാര്യം പറയൂല്ലല്ലോ. ഒരു പേടിയില്ല. അതായത് ഈ വംശശുദ്ധി എന്ന് പറയുന്നത് സ്ത്രീകൾ എന്ത് തീരുമാനിക്കുന്നോ. വംശശുദ്ധി എന്ന് പറയുന്നത് ഇവരുടെ ഒരു വിശ്വാസവും മറ്റവരുടെ ഒരു ആശ്വാസവും മാത്രമാണ്. അത്രയുള്ള കാര്യം. ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.